ബിഗിനേഴ്സിനൊക്കെ സിമ്പിളായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന കുറച്ച് ചെടികൾ നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ ആദ്യം തന്നെ ഇത് സ്നേക്ക് പ്ലാന്റ് ആണ്. വീടിനകത്തും പുറത്തും നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ചെടിയാണ് സ്നേക്ക് പ്ലാന്റ്. ഇതിന് ഒരുപാട് വെള്ളമൊന്നും വേണ്ട, കുറച്ച് വെള്ളം മതി, ഒരുപാട് കെയറും വേണ്ട, പിന്നെ ഒരുപാട് വളങ്ങളൊന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. അല്ലാണ്ട് തന്നെ ഇത് നന്നായിട്ട് വളരുകയും ചെയ്യും. അപ്പോൾ ഒരുപാട് കെയർ ചെയ്യാതെ വളരുന്ന ഒരു പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ ഇത് ചെടി വളർത്തുന്ന തുടക്കക്കാർക്ക് ഏറ്റവും എളുപ്പത്തിൽ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റാണ് സ്നേക്ക് പ്ലാന്റ്. നെക്സ്റ്റ് പ്ലാന്റ് എന്ന് പറയുന്ന അലോവേരയാണ്. ഇത് നമുക്ക് വീടിന് അകത്തും പുറത്തും ഒക്കെ വെക്കാം. പലരും ഇതിനെ ഇൻഡോർ പ്ലാന്റ് ആയിട്ടും ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അധികം സൺലൈറ്റ് ആവശ്യമില്ല. ഇതിൻ്റെ ജെല്ല് നമുക്ക് യൂസ് ചെയ്യാനും പറ്റും, കാണാനും നല്ല ഭംഗി. ഇനി നമുക്ക് അഗ്ലോണിമേനെ നോക്കാം. അഗ്ലോണിമയും അതുപോലെ ബിഗിനേഴ്സ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പ്ലാന്റ് തന്നെയാണ്. ഇതിന് ഓവർ വാട്ടറിങ് ചെയ്താൽ മാത്രമാണ് ഇത് കൂടുതലായിട്ട് നശിച്ചു പോകുന്നത്. അപ്പോൾ ആഴ്ചയിൽ ഒരിക്കലൊക്കെ ഇത് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഷെയ്ഡ് ആഗ്രഹിക്കുന്ന ഒരു പ്ലാന്റ് ആയതുകൊണ്ട് ഷെയ്ഡിൽ വെച്ച് നമുക്ക് ഇതിനെ വളർത്തിയെടുക്കാനും സാധിക്കും. ഇനി നമുക്ക് മണി പ്ലാന്റിനെ നോക്കാം. മണി പ്ലാന്റ് ആണെങ്കിൽ നമുക്ക് വെള്ളത്തിലും വളർത്തിയെടുക്കാൻ പറ്റും, അതുപോലെ തന്നെ മണ്ണിലും വളർത്തിയെടുക്കാൻ പറ്റും. ഇതിന് കട്ടിങ്സ് വെച്ചാൽ നമുക്ക് വെള്ളത്തിലും കട്ടിങ്സ് എടുത്തിട്ട് വെള്ളത്തിലിട്ടിട്ട് വളർത്തിയെടുക്കാം. അതുപോലെ തന്നെ മണ്ണിൽ പോട്ടിലായിട്ട് നമുക്ക് അതിനെ നട്ട് വളർത്തിയെടുക്കാം. ഇതിന് ഒരുപാട് വെയിലൊന്നും ആവശ്യമില്ല. അതുപോലെ നമുക്ക് ചെറിയതായിട്ടൊന്ന് ലൈറ്റ് കിട്ടണ ഒരു ഭാഗം നോക്കിയിട്ട് നമ്മൾ ഇതുപോലെ വെള്ളത്തിൽ ഇറക്കി വെച്ചാലും ഈ പ്ലാന്റ് നന്നായിട്ട് വളർന്നു കിട്ടും. മണി പ്ലാന്റ് എപ്പോഴും നമ്മൾ വീട്ടിൽ വെക്കുന്ന ഇൻഡോർ പ്ലാന്റ് കൂടാതെ എപ്പോഴും ഒരു കട്ടിങ്സ് നമ്മൾ എടുത്തിട്ട് ഒരു ചട്ടിയിലാക്കി പുറത്ത് എവിടെയെങ്കിലും ഒരു ഷെയ്ഡിൽ വളർത്തിയെടുക്കുകയാണെങ്കിൽ നമുക്ക് വീടിനകത്ത് കട്ടിങ്സ് വെക്കാൻ താല്പര്യമുള്ള ടൈമിലൊക്കെ അതിൽ നിന്ന് പറിച്ചെടുത്തിട്ട് നമുക്ക് വെക്കാൻ പറ്റും കേട്ടോ. അടുത്ത പ്ലാന്റ് ഇതേ സിങ്കോണിയാണ്. സിങ്കോണിയത്തിൻ്റെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. ഇത് നമുക്കൊരു ക്ലൈംബിംഗ് പ്ലാന്റ് ആയിട്ടും വേണമെങ്കിൽ വളർത്തിയെടുക്കാം, അല്ലെങ്കിൽ ഇതുപോലെ കട്ട് ചെയ്ത് നിർത്താം. സിങ്കോണിയത്തിന് ഒരുപാട് പരിചരണത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇത് അധികം വെയിലുള്ളിടത്ത് വെക്കാതെ ഇരിക്കുക, ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടാത്തടത്ത് വെക്കുക. ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട കാര്യമില്ല, കുറച്ച് വെള്ളം മതി. പെട്ടെന്ന് തന്നെ വളരുകയും ചെയ്യും. കാട് പിടിച്ചോണാവും. ഇത് ചെറിയ തണ്ട് മാത്രം മതി, ഒരു ചട്ടി ഫുള്ളാവാൻ അധികം നാൾ വേണ്ട. ഏറ്റവും മനോഹരമായിട്ടുള്ളതും നമുക്ക് വീടിൻ്റെ അകത്ത് ഇൻഡോറായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്നതായിട്ടുള്ള ഒരു നല്ല പ്ലാന്റാണ് പീസ് ലില്ലി. ഇതിൽ ഫ്ലവേഴ്സ് ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു വൈറ്റ് കളർ ഫ്ലവേഴ്സും ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഇതിന് നമുക്ക് അധികം പരിചരണം ഒന്നും ആവശ്യമില്ല. അധികം വെയിലൊന്നും കൊള്ളാത്ത, പുറത്താണ് നമ്മൾ വെക്കുന്നതെങ്കിൽ അധികം വെയിൽ കൊള്ളാത്തൊരു സ്ഥലം നോക്കി ചൂസ് ചെയ്തെടുക്കാം.